വിദ്യാർത്ഥികൾക്കായി പരീക്ഷയ്ക്ക് മുമ്പ് യേശുവോടൊത്ത് 2 മണിക്കൂർ. ഫെബ്രുവരി 17 ചൊവ്വ രാവിലെ 9:30 കോട്ടയത്തും എല്ലാ സ്വർഗീയവൻ സെന്ററുകളിലും തങ്കു ബ്രദറും തോമസ് ഊട്ടി ബ്രദറും ശുശ്രൂഷിക്കുന്നു. തോമസ് ഊട്ടി ബ്രദർ അലൈനിൽ ശുശ്രൂഷിക്കുന്നു. ഫെബ്രുവരി 18 ബുധനാഴ്ച. ശുശ്രൂഷൽ വൈകിട്ട് 8 മണിക്ക്. ഒയാസിസ് ഹോസ്പിറ്റൽ ചർച്ച് കോമ്പൗണ്ട് മെയിൻ ഹാൾ. തോമസ് ഊട്ടി ബ്രദർ ദോഹയിൽ ശുശ്രൂഷിക്കുന്നു. ഫെബ്രുവരി 19 വ്യാഴം എഫെസൂസ് ഹാൾ വൈകിട്ട് 8 മണിക്ക്. ഫെബ്രുവരി 20 വെള്ളി കാന ഹാൾ എ. ശുശ്രൂഷൽ വൈകിട്ട് 4:15. കവിഞ്ഞൊഴുകുന്ന അനുഗ്രഹത്തിലേക്ക് സ്വാഗതം. യേശു ക്രിസ്തുവിൻ്റെ നാമത്തിൽ സ്നേഹമുണ്ട്. നിങ്ങളോട് ചേർന്ന് സന്തോഷിക്കാൻ, ക്രിസ്തുവിൽ സന്തോഷിക്കാൻ ആമേൻ. ഞങ്ങൾ അല്പസമയം എടുക്കുകയാണ്. കർത്താവിനോട് ചേർന്നുള്ള ജീവിതം എന്തൊരു സന്തോഷത്തിൻ്റെ ജീവിതം. പ്രശ്നങ്ങളൊന്നും ഇല്ലാഞ്ഞിട്ടല്ല, നമ്മുടെ മുമ്പിൽ ഇന്ന് ഈ പുതിയ ദിവസം ഒരു പ്രതിബന്ധങ്ങളും ഇല്ലാഞ്ഞിട്ടല്ല, പക്ഷേ എല്ലായിടത്തും എല്ലായ്പ്പോഴും ക്രിസ്തു മുഖേന കർത്താവ് നമ്മുടെ മുമ്പേ പോയിട്ടുണ്ടെന്നുള്ള ഉറപ്പാണ് നമ്മുടെ സന്തോഷം. മാത്രമല്ല, യേശു പറഞ്ഞ ഒരു വാക്ക് ഇന്ന് ഒരു വ്യക്തി എൻ്റെ അടുക്കൽ അവരുടെ വിഷയങ്ങളൊക്കെ പറഞ്ഞു വന്നപ്പോൾ അവർ പോകാൻ നേരത്ത് ഞാൻ പറഞ്ഞു, ഞാൻ നിങ്ങളുടെ കൂടെ വരാം, ഞാൻ തന്നെ വന്ന് ഈ വിഷയം സെറ്റിൽ ചെയ്യാം എന്ന് പറഞ്ഞപ്പോൾ അവരുടെ മുഖത്ത് പെട്ടെന്നൊരു സന്തോഷം. ഞാൻ ഇത് തന്നെയാണ് യേശു പറഞ്ഞേ, ഞാനോ കൂടെ ഇരിക്കാം, ഞാനോ ലോകാന്ത്യത്തോളം എല്ലാ സമയത്തും നിങ്ങളുടെ കൂടെ ഞാൻ ഉണ്ട് എന്ന് യേശു പറഞ്ഞത് ഒരു വാഗ്ദത്തമല്ല എന്ന് പറഞ്ഞാൽ നിങ്ങൾ വാസ്തവത്തിൽ തങ്കുബ്രദർ അവരുടെ കൂടെ ചെല്ലാമെന്ന് പറഞ്ഞപ്പം ഇൻ പേഴ്സൺ ജഡത്തിൽ ഒരാൾ വരികയല്ലേ, തങ്കുബ്രദർ കൂടെ വന്ന് ഈ കാര്യങ്ങൾ സെറ്റിൽ ചെയ്യുകയാണെങ്കിൽ ഓക്കെയാണ്. അതെ. അപ്പം അങ്ങനെ തങ്കുബ്രദർ അല്ലെങ്കിൽ നമ്മുടെ ഈ ലോകത്തിൽ കൊണ്ട് കാണുന്ന ഒരു മനുഷ്യൻ ചെല്ലുന്നതിനേക്കാൾ റിയലാ കർത്താവ് ആ കാര്യത്തിലുണ്ട്. അതെ, അവരുടെ മുഖത്തെ ഉടനെ ആ സന്തോഷം, ഞാൻ വരാം നിങ്ങളുടെ കൂടെ, ഞാൻ വന്ന് നിങ്ങളുടെ ഈ വിഷയത്തിന് ഞാൻ ഇടപെടാം എന്നൊക്കെ പറഞ്ഞപ്പോൾ അവരുടെ മുഖത്തെ ആ സന്തോഷമൊക്കെ ഞാൻ പറഞ്ഞു, ഇത് തന്നെയാണ് യേശു പറഞ്ഞത്, ഇത് തന്നെയാണ് യേശു പറഞ്ഞു. ഇപ്പം ഞാൻ പറയും നാളെ നിങ്ങളുടെ കൂടെ വരാം എന്ന് പറയുമ്പോഴായിരിക്കും നാളെ വേറെ ഒരു ആവശ്യം വരുമ്പോൾ ഞാൻ പറയുന്നത് നാളെയല്ല, നാളെ കഴിഞ്ഞാക്കാമെന്ന് പറയും. പക്ഷേ യേശു അങ്ങനെ പറയത്തില്ല. യേശുവിന് എപ്പോഴും നിങ്ങളുടെ അർജൻസി അറിയാം. ഇപ്പം ഞങ്ങൾ രണ്ടുപേരും ഇവിടെ ഇരുന്ന് ശുശ്രൂഷിക്കുക, ദൈവവചനം ഷെയർ ചെയ്യുക, അത് വൈ ഈസ് ഇറ്റ്, അല്ലെങ്കിൽ അതിൻ്റെ എൻഡ് റിസൾട്ട് എന്തായി തീരണം. എല്ലാ ദിവസവും വിടുവിക്കും സഹായിക്കും എന്ന് പറയുമ്പം ഒരു കൊച്ചു കുഞ്ഞിനെ അമ്മ നിലത്തൊടാതെ എപ്പോഴും എടുത്തുകൊണ്ട് നടക്കുന്ന ഒരു അനുഭവമായി തീരണം. ആ അനുഭവത്തിൽ നിന്ന് മാറി സ്വന്തം കാലിൽ നിന്ന് ഒരു വളർച്ച പ്രാപിക്കുന്ന ഒരു കുഞ്ഞിനെ പോലെ തന്നെയാണ് ക്രൈസ്തവ ജീവിതത്തിലും. ശൈശവപ്രായത്തിൽ ഇതെല്ലാം ആവശ്യമാണെങ്കിലും ദിനംതോറും ഞാൻ വിശ്വസിച്ചവനെ എനിക്കറിയാം എന്ന് പറയുന്ന മച്വറിറ്റിയിലോട്ട് വരാനാണ് ഈ വചനം മുഴുവൻ എഴുതിയിരിക്കുന്നതും ശുശ്രൂഷിക്കുന്നവരും പറയേണ്ടതും. അതെ തങ്കുബ്രദറെ, ഈ എഫേസ് ലേഖനം 4-ാം അധ്യായത്തിൽ സഭയിൽ 5-fold മിനിസ്ട്രി 5 വിധ ശുശ്രൂഷകൾ വെച്ചിരിക്കുമ്പോൾ അവരെ ആത്മീക ശൈശവത്തിൽ നിന്ന് വളർത്തി ക്രിസ്തു എന്ന തലയോളം, അല്ലെങ്കിൽ ക്രിസ്തു ചിന്തിക്കുന്നത് പോലെ ക്രിസ്തുവിൻ്റെ മൈൻഡിലേക്ക് സഭയെ ഓരോരുത്തരെയും വളർത്താൻ, എന്നും കുഞ്ഞുങ്ങളായിട്ട് നിൽക്കാനല്ല. അതാ ഇവിടെ എഴുതിയിരിക്കുന്നത്, ദാറ്റ് യു മേ ബിക്കം എ പെർഫെക്റ്റ് മാൻ to the measure of the stature of the fullness of Christ. എഫേസ്യർക്ക് എഴുതിയ ലേഖനം 4-ാം അധ്യായം 13-ാമത്തെ വാക്യമാണ് വായിച്ചത്. ടു ദ ഫുൾനെസ് ഓഫ് ക്രൈസ്റ്റ്. ആ യേശു ക്രിസ്തുവിൻ്റെ സ്റ്റേച്ചർ എന്ന് പറഞ്ഞാൽ പേഴ്സണാലിറ്റിയുടെ ഫുൾനെസ്സിലോട്ട് എത്തിക്കാനാണ് ഈ ശുശ്രൂഷകരെ വെച്ചിരിക്കുന്നത്. അതുകൊണ്ട് അതിൻ്റെ തൊട്ട് താഴത്തെ ഇവിടെ മലയാളത്തിൽ അത് 12-ാം വാക്യത്തിലാണ്. 11 പറയാണ്, അവൻ ചിലരെ അപ്പോസ്തലന്മാരായി ചിലരെ പ്രവാചകന്മാരായി ഇങ്ങനെ 5 ശുശ്രൂഷകളെ നിയമിച്ചിരിക്കുന്നു എന്ന് പറഞ്ഞിട്ട് 12-ാം വാക്യം, അത്
നാം എല്ലാവരും വിശ്വാസത്തിലും ദൈവപുത്രനെക്കുറിച്ചുള്ള പരിജ്ഞാനത്തിലുള്ള ഐക്യതയും തികഞ്ഞ പുരുഷത്വവും ക്രിസ്തുവിൻ്റെ സമ്പൂർണ്ണതായ പ്രായത്തിൻ്റെ അളവും പ്രാപിക്കുകയുള്ളൂ. അപ്പം പ്രായത്തിൻ്റെ അളവെന്ന് പറഞ്ഞാൽ ഇപ്പം 15 സ്റ്റേച്ചർ പേഴ്സണാലിറ്റി. ഇപ്പം 15 വയസ്സുകാരൻ ഇപ്പോഴും ഇങ്ങനെ നെരുങ്ങിയ നടക്കുന്നെങ്കിൽ എന്തോ കുഴപ്പമുണ്ടെന്ന് നമ്മൾ പറയും എന്ന് പറഞ്ഞതുപോലെ തന്നെ ക്രിസ്തുവിൻ്റെ വചനത്തിൽ കൊലോസ്യർക്ക് എഴുതിയ ലേഖനത്തിൽ പറയുകയാണെങ്കിൽ ലെറ്റ് ദ വേർഡ്സ് ഓഫ് ക്രൈസ്റ്റ് ഡ്വെൽ ഇൻ യു റിച്ച്ലി, കൊലോസ്യർ 3:16. എന്നിട്ടാണ് 17-ാം വാക്യത്തിൽ പറയുന്നത്, നിങ്ങൾ വാക്കിനാലും ക്രിയയാലും എന്ത് ചെയ്താലും യേശു ക്രിസ്തുവിൻ്റെ നാമത്തിൽ ചെയ്യുവിൻ. കാര്യം എന്താ? ഈ സ്റ്റേച്ചർ, ഈ അറിവ്, എനിക്ക് വളർച്ച വരുമ്പം എനിക്ക് പിടികിട്ടും യേശുവിൻ്റെ നാമം ഞാൻ ഉപയോഗിച്ചാലും അവിടെ ഒരു അത്ഭുതം നടക്കും, അല്ലെങ്കിൽ അവിടെ ഐ ഹാവ് ദി അതോറിറ്റി. മറ്റേതല്ല, എനിക്ക് വേണ്ടി പ്രാർത്ഥിക്കണേ, എനിക്ക് വേണ്ടി ഉപവസിക്കണേ, എനിക്ക് വേണ്ടി ചെയ്യണേ. ദാറ്റ് ഈസ് കുഞ്ഞ് എന്നെ ഒന്ന് സഹായിച്ചാൽ എനിക്ക് ആ പാലൊന്ന് എടുത്തരാമോ, മമ്മി വിശക്കുന്നു, സ്പൂൺ ഫീഡിങ്, അതാ ഒന്ന് എനിക്ക് വിശക്കുന്നുണ്ട്, എനിക്ക് വെള്ളം വേണേ, എല്ലാം എടുത്തു കൊടുക്കുന്ന അനുഭവത്തിൽ നിന്ന് മാറി സ്വയമേ എഴുന്നേറ്റ് അത് എടുക്കുന്ന ഒരു അനുഭവം. അതാ യേശുവിൻ്റെ വചനം റിച്ച്ലി നമ്മളിൽ വസിക്കുമ്പോൾ ഉണ്ടാകുന്ന മാനസിക. അതുകൊണ്ട് അതിൻ്റെ 14-ാം വാക്യത്തിൽ പറയുകയാണ് ദാറ്റ് യു ഷുഡ് നോട്ട് ബി നോ ലോങ്കർ ടോസ് ലൈക്ക് ചിൽഡ്രൻ. കുഞ്ഞുങ്ങളെ പോലെ ഇങ്ങനെ കുഞ്ഞുങ്ങളെ ആടി ഉലയത്തില്ല. അതെ, ഈ വളർച്ച കിട്ടിയാൽ നിങ്ങൾ ഓരോരോ കാറ്റിൽ അലഞ്ഞുഴലുന്ന ശിശുക്കളായിരിക്കത്തില്ല. അപ്പം നമ്മൾ മനസ്സിലാക്കേണ്ടത് യേശു ക്രിസ്തുവിൽ വീണ്ടും ജനിച്ചതിന് ശേഷം ഒരു ഞായറാഴ്ച കൊണ്ട് അവസാനിക്കുന്ന ക്രൈസ്തവ ജീവിതമല്ലായിരിക്കണം. ദിനംതോറും കർത്താവായ യേശു ക്രിസ്തുവിൽ വളരണം, വളർച്ച പ്രാപിക്കണം. വളർച്ച പ്രാപിക്കുമ്പോൾ നമുക്കറിയാം യേശു ക്രിസ്തുവിൻ്റെ ശരീരത്തിൻ്റെ അവയവങ്ങളാണ് നിങ്ങളും ഞാനും. എല്ലാ അവയവങ്ങളും ഒരുപോലെ ഇരിക്കത്തില്ല. ഇപ്പോൾ ശരീരം മുഴുവൻ, കണ്ണാണെങ്കിലോ വൃത്തിയിടക്കാണ്. കണ്ണിന് കണ്ണിൻ്റെ ജോലിയുണ്ട്. അതാ താഴെ ദാറ്റ് എവ്രി മെമ്പർ, അതിൻ്റെ 16-ാമത്തെ വാക്യം പറയാം, and were effective working by which every part of the body does its share. ഓരോ അംഗത്തിന് അതതിൻ്റെ വ്യാപാരത്തിന് ഓരോ അതിൻ്റെ ഷെയർ ഓഫ് വർക്ക്. അതെ, ഓരോ അവയവത്തിനും അതിൻ്റെ ചെയ്യാനുള്ള ജോലി ചെയ്യാൻ വേണ്ടി കോസിങ് ഗ്രോത്ത് ഓഫ് ദ ബോഡി ഫോർ ദ എഡിഫൈയിങ് ഇറ്റ് സെൽഫ് ഇൻ ലവ്. എന്ന് പറഞ്ഞാൽ ഓരോരുത്തരുടെയും ഷെയർ ഓഫ് വർക്കുണ്ട്. ഇപ്പം ഞാൻ സംസാരിക്കുമ്പം ഇത് ബ്രെയിൻ വായനോട് ഇത് പറയാൻ പറയും. അപ്പോൾ വായുടെ ജോലിയാണ് പറയുക. അപ്പം ആ കോർഡിനേഷൻ നടന്ന് അതതിൻ്റെ ഷെയർ നടക്കുമ്പോഴാണ് ബോഡിക്ക് ഒരു ഫുൾ സ്റ്റേച്ചർ ഉണ്ടാകുന്നത്. എന്ന് പറഞ്ഞാൽ ഇപ്പം തോമസ് കുട്ടി ബ്രദറിൻ്റെ പുറത്തുള്ളൊരു വിളി, എൻ്റെ പുറത്തുള്ള വിളി രണ്ടും രണ്ടാണ്. എന്നാൽ ഞാനും തോമസ് കുട്ടി ബ്രദറോട് ഒന്നിച്ച് നിൽക്കുമ്പോഴാണ് ആ പ്രവർത്തനം പൂർത്തീകരിക്കുന്നത്. ശരീരത്തിലെ അവയവങ്ങൾ പോലെ കണ്ണ് പറയുന്നത് കാലിന് മനസ്സിലായി, ചെവി അവിടെ പ്രവർത്തിച്ചു, എങ്കിലേ ഒരു വ്യക്തി ഫുൾ വളർച്ചയിൽ ഇവിടെ നടക്കാൻ പറ്റത്തുള്ളൂ എന്ന് പറയുന്ന പോലെ തന്നെ അതാണ് മോട്ടീവ് ഓഫ് എവ്രി മിനിസ്ട്രി. ഇപ്പോൾ ഈ അരമണിക്കൂർ വചനം നമ്മൾ കേൾക്കുമ്പോഴും നമ്മളിൽ ഉണ്ടാകേണ്ടതോ തോമസ് കുട്ടി ബ്രദർ പ്രാർത്ഥിച്ചു, തങ്കു ബ്രദർ പ്രാർത്ഥിച്ചു, അതുകൊണ്ട് ശരിയാവുന്നല്ല. ക്രിസ്തു എന്നിൽ വസിക്കുന്നത് കൊണ്ട് എൻ്റെ ജീവിതത്തിൽ നന്മ മാത്രമേ വരുത്തുള്ളൂ എന്നുള്ള ബോധ്യം. തങ്കു ബ്രദർ മുമ്പേ പറഞ്ഞപ്പം ഈ ആരാധനയ്ക്ക് വന്നു, വചനം കേട്ടു, അടുത്ത ദിവസങ്ങളിൽ ഈ പലപ്പോഴും ഞാൻ ശ്രദ്ധിച്ചിട്ടുണ്ട്, സഭായോഗത്തിന് വരുമ്പോൾ ആൾക്കാർ പറയും ഇന്ന് എനിക്കുള്ളൊരു വചനം കിട്ടിയിരുന്നത് നല്ലതായിരുന്നു, ഇന്ന് ഞാൻ ബലപ്പെട്ടു, പിന്നെ അടുത്ത ആഴ്ച വരുമ്പം ബലമെല്ലാം പോയാൽ വരുന്നത്. വാസ്തവത്തിൽ ആ തിങ്കളാഴ്ച മുതൽ അല്ലെങ്കിൽ ആ ഞായറാഴ്ച മുതൽ ക്രിസ്തു ഭൂമിയിൽ നടന്ന പോലെ നടക്കാനും കാര്യങ്ങളെ നേരിടാനും ചിന്തിക്കാനും, ഒരാൾ എന്തെങ്കിലും പറഞ്ഞാൽ ഉടനെ ക്രൈസ്റ്റ് അത് എങ്ങനെ ഹാൻഡിൽ ചെയ്ത് അതേ നിലയിൽ അതിനെ ഹാൻഡിൽ ചെയ്യാനും അങ്ങനെ നമ്മളെ യോഗ്യരാക്കുന്നതാണ് ഈ വളർച്ച. മാത്രമല്ല അതിൻ്റെ എസെൻസ് എന്താണെന്ന് ചോദിച്ചാൽ, എന്ത് ചെയ്യുമ്പോഴും എനിക്കെന്നാ ലാഭം കിട്ടുമെന്നല്ലായിരുന്നു യേശുവിൻ്റെ ഒരിക്കലും മനസ്സതല്ല. ഒരു ശുശ്രൂഷയിൽ ഇപ്പം ഞങ്ങളിവിടെ ഇരിക്കുമ്പോൾ, അല്ലെങ്കിൽ സ്വർഗീയവിരുന്ന് എന്ന് പറയുന്നത് സഭ സ്ഥാപിക്കണമെന്ന് പറഞ്ഞല്ലല്ലോ നമ്മൾ ശുശ്രൂഷിക്കലും, ഒരിക്കലുമല്ല. ഞങ്ങൾ വിടുവിക്കപ്പെട്ടു. യേശു എന്ന് പറയുന്നത് സിമ്പിളാണ്, അത് എല്ലാവർക്കും ആയിത്തീരണം എന്നൊക്കെ ആഗ്രഹത്തോടെ നമ്മുടെ തോമസ് കുട്ടി ബ്രദറുടെ ആദ്യകാലം മുതൽ ഇന്ന് പലരും വിചാരിക്കുന്ന ഹെവൻലി ഫീസിൻ്റെ വളർച്ചയുടെ പിന്നിലത്തെ രഹസ്യം എന്താ എന്നൊക്കെ വിചാരിക്കും. ഇറ്റ് ഈസ് വെരി സിമ്പിൾ. നമ്മൾ എല്ലാവരോടും സത്യം പറഞ്ഞു, നിങ്ങളിലെ ക്രിസ്തു ശക്തനാണ്.
അപ്പോൾ അതിൻ്റെ മനോഭാവം എന്തായിരുന്നു? മനോഭാവം നൽകാനായിരുന്നു. അപ്പം എൻ്റെ ലാഭത്തിനായിരുന്നെങ്കിൽ, ഇപ്പം ഞങ്ങൾക്കതിലൂടെ ഒരു ലാഭം ഉണ്ടാക്കാനായിരുന്നെങ്കിൽ ഒരിക്കലും ഞങ്ങളിലുള്ള അതേ യേശുവാണ് നിങ്ങളുടെ അകത്തിരിക്കുന്നതെന്ന് പറയത്തില്ല. ഞങ്ങളെ ആശ്രയിച്ചോ, ഞങ്ങളിൽ പ്രത്യേക പവേഴ്സ് ഉണ്ട്, അത് ഞങ്ങൾ പ്രാർത്ഥിക്കാം. ഞങ്ങളിപ്പം അങ്ങോട്ട് വിറപ്പിക്കുമ്പം, ഇപ്പം ഞങ്ങൾ അങ്ങോട്ട് പ്രാർത്ഥിക്കുമ്പം കണ്ടോണം. സത്യം പറഞ്ഞാൽ ഞാൻ എത്രയോ മീറ്റിങ്ങുകളിൽ രോഗികൾ സൗഖ്യമാകാതെ തിരിച്ചു പോകുന്നുണ്ട്. അത് നമ്മൾ വ്യാപരിപ്പിക്കുന്നത് കൊണ്ട്. വി ഡോണ്ട് നോ വൈ. ഇറ്റ് ഈസ് എ ട്രൂത്ത് വി ആർ ടെല്ലിങ് യു. സൗഖ്യം ആകുമ്പം എന്തുകൊണ്ടായെന്നും അറിയത്തില്ല, സൗഖ്യമാകാഞ്ഞത് എന്തുകൊണ്ടാണെന്നും ഞങ്ങൾക്കറിയത്തില്ല. ഞങ്ങൾക്ക് ഒരു കാര്യം അറിയാം, യേശുവിൻ്റെ നാമത്തിൽ അവിടെ സൗഖ്യമുണ്ട്. അവിടെ ശുശ്രൂഷിക്കുന്ന സമയത്ത് പ്രത്യക്ഷത്തിൽ കണ്ടില്ലെങ്കിലും അത് അവിടെ സംഭവം നടന്നിട്ടുണ്ട്. പലപ്പോഴും ഈ വീൽ ചെയറിലൊക്കെ വരുന്നവർ തിരിച്ച് വീൽ ചെയറിൽ തന്നെ ഉന്തിക്കൊണ്ട് പോകുന്ന കാണുമ്പം അവരെക്കാളും ചങ്ക് പൊട്ടുന്ന ഇവിടെയാണ്. കാര്യം എനിക്കറിയാം ഈ തളർന്നവൻ്റെ വേദന എന്താണ്. ഒരു പ്രയാസത്തിൽ നിന്നും വിടുതൽ പ്രാപിക്കാതെ പോകുമ്പോൾ പ്രയാസമാണ്. എന്നാൽ എന്തിനാ വിടുതൽ സംഭവിക്കാഞ്ഞെന്ന് ചോദിച്ചാൽ ഒരു വ്യക്തമായ മറുപടി പറയാം, എനിക്കറിയത്തില്ല, തോമസ് കുട്ടി ബ്രദറിനും അറിയത്തില്ല. പക്ഷെ ഒരു കാര്യം അറിയാം, ക്രിസ്തു ആളുടെ അകത്ത് വന്നതോടെ സംതിങ് ഹാസ് സ്റ്റാർട്ടഡ് ടു ഹാപ്പൻ. തങ്കുബ്രദറിന്റെ സൗഖ്യത്തിലും അങ്ങനെയാണല്ലോ. ആദ്യ ദിവസം ഒന്നും നടന്നില്ല. കർത്താവ് അകത്ത് വന്നു, എൻ്റെ ജീവിതത്തിൽ ഇനിയും ഒരു കുഴപ്പം ഉണ്ടാകത്തില്ല, ഞാൻ സൗഖ്യമാകും, ഞാൻ ലോകത്ത്, എൻ്റെ അകത്ത് ആ ഫെയ്ത്ത് ഡെവലപ്പ് ചെയ്തു. അത് ആദ്യം ഉണ്ടായത്. എന്നാ യേശു ക്രിസ്തുവിൻ്റെ പകരമായി ഇവിടെ നിൽക്കുമ്പോൾ ജനങ്ങളെ വിടുവിക്കാനും ദൈവവചനത്തിൻ്റെ സത്യവും മനസ്സിലാക്കി അവരെ നിർത്താനാണ് കർത്താവ്, അത് കൊടുക്കാനാണ്, അല്ലാതെ കിട്ടാനല്ല കർത്താവിൻ്റെ മനസ്സ്. സ്വർഗീയവിരുദ്ധ ടെലിവിഷൻ മിനിസ്ട്രിയിൽ സാമ്പത്തിക പങ്കാളികളാകുക. ഹെവൻലി ഫീസ്റ്റ് മിഷൻ മന്ത്സ്. കൂടുതൽ വിവരങ്ങൾക്ക് വിളിക്കുക 9447356682. വരൂ, യേശുവിനായി സുവിശേഷത്തിനായി വിതറാം, വാരി വിതയ്ക്കാം. നിങ്ങളിലും എന്നിലും ക്രിസ്തുവിൻ്റെ മനസ്സുണ്ട്. പക്ഷേ അത് നമ്മൾ സബ്ഡ്യൂ ചെയ്യുക, അതിനെ നമ്മൾ ഒതുക്കുക. അതുകൊണ്ട് അത് വെളിപ്പെടാത്തത്. നമ്മുടെ അകത്ത് ഇരിപ്പുണ്ടത്. യു ആൻഡ് ഐ ഹാവ് ദ മൈൻഡ് ഓഫ് ക്രൈസ്റ്റ് ഇൻ അസ്. അതാണ് 1 കൊരിന്ത്യർ 2-ാം അധ്യായം അതിൻ്റെ 16. ബട്ട് ഹൂ നോസ് ദ മൈൻഡ് ഓഫ് ദ ലോർഡ് ദാറ്റ് ഹീ മേ ഇൻസ്ട്രക്ട് ഹിം, ബട്ട് വി ഹാവ് ദ മൈൻഡ് ഓഫ് ക്രൈസ്റ്റ്. നാമോ ക്രിസ്തുവിൻ്റെ മനസ്സുള്ളവർ. അപ്പം മനസ്സകത്തുണ്ട്. അതാണ് ഈ തോമസ് ബ്രദർ നമ്മുടെ യേശു പറഞ്ഞത്, പരിശുദ്ധാത്മാവ് നിങ്ങളുടെ മേൽ വരുമ്പം നിങ്ങൾ ശക്തി ലഭിച്ച് ജെറൂസലേമിലും യഹൂദിയിലും ശമരിയയിലും ലോകത്തിൻ്റെ അറ്റത്തോളം എൻ്റെ സാക്ഷികളാകും എന്ന് പറയാൻ കാരണം ഈ പവർ, ശക്തി എന്ന് പറയുന്നത് കർത്താവിൻ്റെ നേച്ചറാണ്, മൈൻഡാണ്. വാസ്തവത്തിൽ പരിശുദ്ധാത്മാവ് ഒരാളിൽ വരുമ്പം അയാളുടെ മനസ്സ്, അയാളുടെ നേച്ചർ യേശുവിൻ്റെ നേച്ചറാണ്, ഇതകത്തുണ്ട്. അതുകൊണ്ടാണ് വചനത്തിൽ പറയുന്നത് ആത്മാവിനാൽ നടത്തപ്പെടണം എന്ന് പറഞ്ഞാൽ ഹാവിങ് ദ മൈൻഡ് ഓഫ് ക്രൈസ്റ്റ് ഇൻ അസ്. വാസ്തവത്തിൽ മനുഷ്യരുടെ പ്രോബ്ലം എന്ന് പറയുന്നത് ഈ കർത്താവിനെ സ്വീകരിച്ചപ്പോൾ തന്നെ ക്രിസ്തു അകത്ത് വന്നു, ക്രിസ്തുവിൻ്റെ മനസ്സ് വന്നെങ്കിലും എൻ്റെ ഇതുവരെ ഞാൻ ജീവിച്ചു വന്ന സാഹചര്യങ്ങളിൽ ഒരു മനസ്സോടെ നിൽപ്പുണ്ട്. അതെ, അത് രണ്ടും തമ്മിലുള്ള ക്ലാഷല്ലേ വാസ്തവത്തിൽ. എന്ന് പറഞ്ഞാൽ ഒരു കാര്യം വരുന്നുണ്ടെങ്കിൽ ആദ്യം മനുഷ്യൻ ചിന്തിക്കുന്ന പോലെ ഞാൻ ചിന്തിക്കുന്നു. അതെ, അപ്പോൾ തന്നെ മൈൻഡ് ഓഫ് ക്രൈസ്റ്റ് എന്നിൽ നിൽക്കുക, മോനെ അത് അങ്ങനെയല്ല, ഇങ്ങനെ ചിന്തിച്ചാട്ട് അല്ലേ. അതെ, മാത്രമല്ല ഈ മൈൻഡ് ഓഫ് ക്രൈസ്റ്റ്, യേശുവിൻ്റെ മനസ്സെന്ന് പറഞ്ഞാൽ എന്താ യേശുവിൻ്റെ മനസ്സിൻ്റെ സാരാംശം? ഫിലിപ്പിയർക്ക് എഴുതിയ ലേഖനം 2-ാം അധ്യായം അതിൻ്റെ 4-ാമത്തെ വാക്യത്തിൽ പറയാം, ലെറ്റ് ഈച്ച് വൺ ഓഫ് യു ലുക്ക് ഔട്ട് നോട്ട് ഓൺലി ഫോർ ഹിസ് ഓൺ ഇൻട്രസ്റ്റ്. ഓരോരുത്തൻ സ്വന്തം ഗുണമല്ല മറ്റുള്ളവൻ്റെ ഗുണവും കൂടെ, ബട്ട് ഓൾസോ ഫോർ ദ ഇൻട്രസ്റ്റ് ഓഫ് അതേഴ്സ്. എന്നിട്ട് പറയാണ്, ലെറ്റ് ദിസ് മൈൻഡ് ബി ഇൻ യു വിച്ച് വാസ് ഓൾസോ ഇൻ ക്രൈസ്റ്റ് ജീസസ്. മലയാളത്തിൽ അത് ക്രിസ്തുവേശുവിലുള്ള ഭാവം തന്നെ നിങ്ങൾ ഉണ്ടായിരിക്കട്ടെ. ഈ ഭാവം, ക്രിസ്തുവേശുവിലുള്ള ഈ മേൽപ്പറഞ്ഞ ഭാവം, സ്വന്തം ഗുണമല്ല മറ്റുള്ളവൻ്റെ ഗുണം കൂടി അന്വേഷിക്കട്ടെ. ക്രിസ്തുവേശുവിലുള്ള ഈ ഭാവം
മനസ്സ് നിങ്ങളിലുണ്ട്. അതായത് എനിക്കിതിനകത്ത് നിന്ന് എന്നാ കിട്ടും എന്നല്ല, എനിക്ക് എന്തും കൂടെ കൊടുക്കാൻ പറ്റും. ഇത് യേശുവിൻ്റെ അകത്ത് ഉണ്ടാകാൻ കാരണം അതാ കൊരിന്ത്യർക്കെഴുതിയ ലേഖനം പറയുമ്പം പരിശുദ്ധാത്മാവ് നിങ്ങളുടെ അകത്ത് വരുമ്പോൾ എന്താ വരുന്നത്? കണ്ണ് കണ്ടിട്ടില്ലാത്തതും ചെവി കേട്ടിട്ടില്ലാത്തതും ഹൃദയത്തിൽ നിരൂപിക്കാത്തതും നിങ്ങൾ കാണാൻ തുടങ്ങും. അതുകൊണ്ട് എത്ര കൊടുത്താലും എൻ്റെ റിസർവോയർ തീരാത്തത്. അപ്പം എങ്ങനെയും കിട്ടുമെന്നല്ല, എങ്ങനെയും ഇനിയും കൊടുക്കാം. ഇതിങ്ങനെ കൊടുക്കാനാണ്, കൊടുത്തുകൊണ്ടിരിക്കുക. കൊടുക്കുക എന്ന് പറയുമ്പോൾ ഉള്ളതേ കൊടുക്കാൻ പറ്റത്തുള്ളൂ. അപ്പം ക്രൈസ്റ്റിൻ്റെ മനസ്സ്, യേശുവിൻ്റെ മനസ്സ് നോക്കിക്കേ, തൻ്റെ മുഴുവൻ ശുശ്രൂഷയിലും ഹി വാണ്ടഡ് ടു ഗിവ്. സൗഖ്യം കൊടുക്കാൻ, സന്തോഷം കൊടുക്കാൻ, വിടുതൽ, സത്യം അവർക്ക് മനസ്സിലാക്കാൻ, പാപത്തിൽ നിന്ന് അവരെ, ഇറ്റ് വാസ് ഓൾ ഗിവിങ്. അതാ ലോകത്തെ ദൈവം സ്നേഹിച്ചത്. ഫോർ ഗോഡ് സോ ലവ്ഡ് ദ വേൾഡ് ദാറ്റ് ഹി ഗേവ്. അപ്പോൾ യേശുവിൻ്റെ മനസ്സ് സ്വന്തം ഇൻട്രസ്റ്റ് പ്രൊട്ടക്റ്റ് ചെയ്യാനല്ല, മറ്റുള്ളവർക്ക് കൊടുക്കാൻ, അവരുടെ ഇൻട്രസ്റ്റ് നോക്കാനാണ്. അതുകൊണ്ട് അവർക്ക് വേദന ഉണ്ടാകുമോ, അവരുടെ സ്ഥാനത്ത് ഞാനാണ് എന്ത് ചെയ്യും. അതാ ഈ നമ്മുടെ റോമർക്കെഴുതിയ ലേഖനത്തിലും അതിൻ്റെ 15-ാമത്തെ അധ്യായത്തിൽ അതിൻ്റെ 1-ാമത്തെ വാക്യം ഇങ്ങനെയാണ് പറയുന്നത്, വചനം ഇങ്ങനെയാണ് പറയുന്നത്, വി ഹു ആർ സ്ട്രോങ് ഓട്ട് ടു ബെയർ ദ സ്ക്രൂപ്ലെസ്നെസ് ഓഫ് ദ വീക്ക്. എന്നാൽ ശക്തരായ നാം അശക്തരുടെ ബലഹീനതകളെ ചുമക്കുകയും നമ്മിൽ തന്നെ പ്രസാദിക്കാതെ, നോട്ട് ടു പ്ലീസ് അവർ സെൽഫ്. എന്നിട്ട് 2-ാം വാക്യം പറയാ, ലെറ്റ് ഈച്ച് വൺ ഓഫ് us പ്ലീസ് ഹിസ് നെയ്ബർ ഫോർ ഹിസ് ഗുഡ്. നമ്മിൽ ഓരോരുത്തൻ കൂട്ടുകാരനെ നന്മയ്ക്കായിട്ട് ആത്മിക വർധനയ്ക്ക് വേണ്ടി പ്രസാദിപ്പിക്കണം. എന്നിട്ട് 3-ാം വാക്യം പറയാ, ഈവൻ ക്രൈസ്റ്റ് ഡിഡ് നോട്ട് പ്ലീസ് ഹിംസെൽഫ്. എന്ന് പറഞ്ഞാൽ ക്രിസ്തുവും തന്നിൽ തന്നെ പ്രസാദിച്ചു. എന്ന് പറഞ്ഞാൽ നമ്മൾ വാസ്തവത്തിൽ ഒരാളിൽ ചില ബലഹീനത ഉണ്ടെങ്കിൽ അവരെ മാറ്റി നിർത്താനാണ് നോക്കുന്നത്. അപ്പം എന്തിനാ മാറ്റി നിർത്തുന്നത്? എൻ്റെ ഇൻട്രസ്റ്റ്, ബാക്കിയുള്ളവർ എന്നാ വിചാരിക്കും. ഇപ്പം അവിടെ ലാസറിൻ്റെ വീട്ടിൽ പോകാന്ന് പറഞ്ഞാൽ കുഷ്ഠരോഗിയാണ്. അവൻ കുഷ്ഠരോഗിയുടെ വീട്ടിൽ പോയാൽ ചിലപ്പോൾ എൻ്റെ പേര് ചീത്തയാകും. അവിടെ രോഗമാണെങ്കിൽ മറുവശത്ത് സക്കായി എടുത്താൽ ചുങ്കക്കാരൻ, മഗ്ദലിന മറിയ വ്യഭിചാരി, ചുങ്കക്കാരൻ്റെ വീട്ടിൽ അന്ന് ആരും ഒരു ഗുരു പോകില്ല. അതെ, ഒരു സമൂഹത്തിൽ മാന്യതയുള്ള ഒരു ടീച്ചറും ഒരു ചുങ്കക്കാരൻ്റെ വീട്ടിൽ പോയപ്പോൾ അവരെല്ലാം ആശ്ചര്യപ്പെട്ടെന്ന്. അതെ. അപ്പോൾ ആ സ്വന്തം ഇൻട്രസ്റ്റ് അവല്ല നോക്കിയത് യേശു അല്ല. അവിടെ എഴുതിയിരിക്കുകയാണ്, അവരെ ബലഹീനരെ എന്ത് ചെയ്തു? അവരുടെ സ്ക്രൂപ്ലെസ്നെസ്സിനെ സ്ട്രോങ് ആക്കി. അപ്പോൾ വാസ്തവത്തിൽ ആത്മീയമായിട്ട് അല്ലെങ്കിൽ ക്രിസ്തുവിൻ്റെ ഭാവം എന്ന് പറയുന്നത് ആ സ്പിരിച്വൽ സ്ട്രെങ്ത്. ഒരാളുടെ സ്പിരിച്വൽ സ്ട്രെങ്ത് എങ്ങനെയാണ് മനസ്സിലാക്കുന്നത്? അയാൾ എന്തുമാത്രം ക്രിസ്തുവിൻ്റെ അത്രയും വളർന്നു. ആ മനസ്സ് എന്തുമാത്രമുണ്ട്. ആ വളർച്ച എങ്ങനെയാണ് മനസ്സിലാക്കുന്നത്? കയ്യാൽ നൽകുന്ന അത്ഭുതം അടയാളം മാത്രമല്ല. അത്ഭുതം അടയാളം യേശുവിൻ്റെ നാമത്തിലാണ് നടക്കുന്നത്. അയാളുടെ വായിന്ന് വരുന്ന അന്യഭാഷ കൊണ്ടല്ല. അതിന് തങ്കുപറ 1 കൊരിന്ത്യർ 1-ാം അധ്യായത്തിൽ പറയുന്നത് വരങ്ങളെക്കുറിച്ച് പറയുമ്പോൾ 1 കൊരിന്ത്യർ 1-ൽ പറയാണ്, നിങ്ങൾ ഒരു കൃപാവരത്തിലും കുറവുള്ളവരല്ല. കൊരിന്ത സഭയിൽ അന്യഭാഷയുണ്ട്, പ്രവചനമുണ്ട്, സൗഖ്യമുണ്ട്, എല്ലാം നടക്കുന്നുണ്ട്. പക്ഷേ 3-ാം അധ്യായത്തിൽ പറയാം, എങ്കിലും നിങ്ങളുടെ ഇടയിൽ ഈർഷ്യ പിണക്കോ ഇരിക്കെ നിങ്ങൾ ശിശുക്കളല്ലേ, വളർച്ചയില്ല. കൃപാവരം വളർച്ചയുടെ തെളിവല്ല. അല്ല 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 അത് അവരോട് പറയാം, നിങ്ങളോട് ഞാൻ ആത്മീയന്മാരെന്ന പോലെ സംസാരിക്കണമെന്നുണ്ട്, പറ്റുന്നില്ല. നിങ്ങൾ ജഡികന്മാരാ, അസൂയയും ഇസവും എല്ലാം. അപ്പം തന്നെ ഒരു പ്രവചനമുണ്ട്, കാര്യങ്ങളുണ്ട്, അവർക്ക് കൃപാവരത്തിൽ അവർ നിറഞ്ഞാൽ നിൽക്കും. അപ്പം നമ്മൾ കൃപാവരം എന്ന് പറയുന്നത് യേശു അകത്ത് വന്നപ്പോൾ ഉണ്ട്, പരിശുദ്ധാത്മാ വന്നപ്പോൾ ഉണ്ട്, സൗഖ്യമുണ്ട്, ഇന്നും എല്ലാം ഇസ് റെഡി. ബട്ട് ദ സ്ട്രെങ്ത്, സ്പിരിച്വൽ സ്ട്രെങ്ത് എവിടെയാണ് കണ്ടുമുട്ടുന്നത്? ഇറ്റ് ഈസ് ഹൗ യു റിയാക്ട് ടു എ സിറ്റുവേഷൻ, അല്ലേ? ഒരു ഇഷ്യൂവിൻ്റെ പുറത്ത് എങ്ങനെയാണ്. അപ്പോൾ ഈ ചിലർ പറയും, ഇന്ന് ഭയങ്കര ശുശ്രൂഷ വ്യാപരിക്കായിരുന്നു. അതുകൊണ്ടല്ല. ഒരു ക്രൈസ്റ്റിൻ്റെ സ്റ്റേച്ചർ എന്ന് പറയുന്നത് ആൾ തകർന്നിരിക്കുന്ന ഒരാളെ കാണുമ്പോൾ, അല്ലെങ്കിൽ ഒരു കുറ്റവാളി നിങ്ങളുടെ മുമ്പിൽ വരുമ്പോൾ, കുറ്റം ചെയ്തവനാ, സ്ട്രെങ്ത് അറിയണോ? ആ കുറ്റവാളിയെ നേരെയാക്കാനായിട്ട് ഞാനിവിടെ സഹായിക്കും. ഐ വിൽ ഗോ ബിഹൈൻഡ് ഹിം എന്ന് പറയും. എല്ലാവരും പഴിചാരുന്ന കൂടെ നിന്ന് പഴിചാരുകയല്ല, അല്ലെങ്കിലും ഇവൻ കുഴപ്പക്കാരനാന്ന് പറയല്ല. ക്രിസ്തു അയാളെ എങ്ങനെ തൻ്റെ സ്ട്രെങ്തിൽ
രക്ഷയിലേക്ക് നടത്തിയോ, ആ മനുഷ്യന് ഒരു പ്രത്യാശയുണ്ട്, ആ മനുഷ്യന് ഒരു ഭാവിയുണ്ട്, അയാളെ രക്ഷിക്കാൻ കഴിയും എന്ന ഉറപ്പോടെ അവിടെ ആക്ട് ചെയ്യുകയും പേഷ്യൻസോടെ. അതെ, കാര്യം എന്താ, ഈവൻ ഈ ആള് വലിയ അപ്പോസ്തലനാണെന്ന് കണ്ടുകൊണ്ട്, ആ സമയത്ത് അപ്പോസ്തലനല്ല ബാറിലാണ് കിടക്കുന്നത്. ചുങ്കസ്ഥലത്തിരുന്ന് ലേവി ചുങ്കം പിരിച്ചുകൊണ്ടിരിക്കുമ്പം ആ ലേവിയുടെ ഉള്ളിൽ ഒരു അപ്പോസ്തലനെ, ദേശത്തെ വിടുവിക്കുന്ന ആളെ ക്രിസ്തു കണ്ടു. അതുകൊണ്ട് ഈ 5-ാമത്തെ വാക്യം വരുമ്പോൾ പറയുന്നത്, നൗ മേ ദ ഗോഡ് ഓഫ് പേഷ്യൻസ് ആൻഡ് കംഫർട്ട്. റോമർക്ക് ലേഖനം 15 പറയാം, നൗ മേ ദ ഗോഡ് ഓഫ് പേഷ്യൻസ് ആൻഡ് കംഫർട്ട് ഗ്രാൻറ്റ് യു ലൈക്ക് മൈൻഡഡ് ടുവേർഡ്സ് വൺ അനദർ അക്കോർഡിംഗ് ടു ക്രൈസ്റ്റ് ജീസസ്, ദാറ്റ് യു മേ ബി ഓഫ് വൺ മൈൻഡ്, വൺ മൗത്ത്, ഗ്ലോറിഫൈ ഗോഡ്. സ്ഥിരതയും ആശ്വാസവും നൽകുന്ന ദൈവം നിങ്ങൾക്ക് ക്രിസ്തുവേശുവിൽ അനുരൂപമായി തമ്മിൽ ഏക ചിന്തയോടിരിപ്പാൻ കൃപ നൽകുമാറാകട്ടെ. കാര്യം എന്താ ചോദിച്ചാൽ, ആ പേഷ്യൻസ് വേണം. ആ പേഷ്യൻസാണ് ക്രിസ്തുവിൻ്റെ മനസ്സ്. ആരെയും കൈവിടത്തില്ല. ഒരു ഓർത്ത ശിഷ്യന്മാർ തന്നെ നോക്കിക്കേ, പത്രോസിനെ നോക്കിയാൽ ഏതൊക്കെ ടൈപ്പായിരുന്നു. ഒന്ന് ഇവിടെ കയറി ഭയങ്കര അത്ഭുതം ചെയ്യും, അപ്പുറത്ത് നോക്കുമ്പം കോവി കൂടുന്നതിന് മുമ്പേ ഇവനെ അറിയത്തില്ല എന്ന് പറയും. പിന്നെ അവർ തമ്മിൽ ഞങ്ങളിൽ ആരാ വലിയ. ഇങ്ങനെയൊക്കെ ഉള്ളവരോട് യേശു എന്തായിരുന്നു? പേഷ്യൻ്റ് ആയിരുന്നു. ദാറ്റ് വാസ് ഹിസ് സ്പിരിച്വൽ സ്ട്രെങ്ത്, പേഷ്യൻ്റ്. കാര്യം എന്താ, ആ സാഹചര്യം, അപ്പോൾ അയാൾ പോകുന്ന സാഹചര്യമോ സ്വഭാവമോ അല്ല നോക്കുന്നത്, ഇവൻ്റെ മേലിലുള്ള ദൈവവിളി നോക്കി പേഷ്യൻസോടെ, സമാധാനത്തോടെ. ആൻഡ് ദാറ്റ് ഈസ് ദ മൈൻഡ് ഓഫ് ക്രൈസ്റ്റ്. ഈ ശുശ്രൂഷ മുഴുവൻ നമ്മളെ ആ സ്റ്റേച്ചറിലോട്ടാണ് കൊണ്ടുവരേണ്ടത്. ആ സ്റ്റേച്ചറിലോട്ട്, ഹാവിങ് ദാറ്റ് സെയിം സ്റ്റേച്ചർ ആൻഡ് മൈൻഡ് ഓഫ് ക്രൈസ്റ്റ് ജീസസ്. ഞാൻ പറയട്ടെ, അവിടെ വരുമ്പം നാളത്തെക്കുറിച്ചുള്ള വിചാരം കാണത്തില്ല. കാര്യം കർത്താവായ യേശു ക്രിസ്തു ഞാൻ വീണ്ടും ജനിച്ചപ്പോൾ തന്നെ ഇതെല്ലാം വന്നുകൊണ്ടേയിരിക്കും. സോ നമ്മൾ ഇതുവരെ കേട്ട ഒന്ന് സമ്മപ്പ് ചെയ്താൽ, നമുക്ക് വിടുതൽ കർത്താവ് തരും, സൗഖ്യം തരും. അപ്പോൾ തന്നെ കർത്താവിൻ്റെ ആഗ്രഹം തൻ്റെ ആ പൂർണ്ണതയിൽ, ആ വ്യക്തിത്വത്തിൻ്റെ പൂർണ്ണതയിൽ, ആ മനസ്സിൽ നമ്മൾ നടക്കണമെന്ന്. അത് വരുമ്പോൾ നമുക്ക് മറ്റുള്ളവരെ കരുതാൻ പറ്റും, സ്നേഹിക്കാൻ പറ്റും, ഒറ്റ മനസ്സോടെ നിൽക്കാൻ പറ്റും. ഇന്ന് നമ്മൾ പ്രാർത്ഥിക്കാൻ പോകുന്ന വിടുതലിനും പ്രാർത്ഥിക്കും. അപ്പോൾ തന്നെ ഇത് കേൾക്കുന്ന എല്ലാവരും ആ ക്രിസ്തുവിൻ്റെ മനോഭാവത്തിൽ നടക്കാനുള്ള കൃപയ്ക്ക് നമുക്ക് പ്രാർത്ഥിക്കാൻ പോകുന്നത്. നമുക്ക് പ്രാർത്ഥിക്കാം. പിതാവേ, നന്ദിയോടെ സ്തുതിക്കുന്നു. താങ്ക് യു ജീസസ്. പരിശുദ്ധാത്മാവിൻ്റെ സഹായത്തോടെ കർത്താവെ, അങ്ങയുടെ മനസ്സ് ഞങ്ങളുടെ ഉള്ളിലുള്ളത് അത് സ്ട്രോങ്ങർ ആകുവാൻ, ഞങ്ങളുടെ അകത്തെ മനുഷ്യനെ അങ്ങയുടെ മഹത്വത്താൽ ബലപ്പെടുത്തുവാനും, ആമേൻ, ക്രിസ്തു യേശുവിൻ്റെ സ്നേഹത്തിൻ്റെ വീതിയും നീളവും ആഴവും ഉയരവും മനസ്സിലാക്കുവാനും ഗ്രഹിക്കുവാനും, ക്രിസ്തു യേശുവിൻ്റെ സ്നേഹത്തിൽ വേരൂന്നി അടിസ്ഥാനപ്പെട്ട് നിൽക്കുവാൻ ഞങ്ങളെ സഹായിക്കണമെന്ന് പ്രാർത്ഥിക്കുന്നു. അങ്ങനെ ദൈവത്തിൻ്റെ എല്ലാ നിറവോളം നിറയപ്പെടുവാൻ. പിതാവേ, ഞങ്ങൾ എന്ത് അച്ചീവ് ചെയ്തു എന്നല്ല, ഞങ്ങൾക്ക് എന്ത് ചെയ്യാൻ മറ്റുള്ളവർക്ക് വേണ്ടി സാധിച്ചു അത് കണ്ട് തൃപ്തരാകുവാൻ കർത്താവ് ആ മനസ്സ് ഞങ്ങൾക്ക് എല്ലാ ഇഷ്യൂസിലും നൽകണമെന്ന് പ്രാർത്ഥിക്കുന്നു. മറ്റുള്ളവരെയൊക്കെ എങ്ങനെ ഇത് സഹായിച്ചു, ഇന്ന് ഞങ്ങളുടെ ശുശ്രൂഷ കൊണ്ട് എനിക്കെന്ത് കിട്ടിയെന്നല്ല, മറ്റുള്ളവർക്ക് എന്നാ സഹായം കിട്ടി, ആശ്വാസം കിട്ടി, അത് കണ്ട് ആശ്വസിക്കുവാനോ ക്രിസ്തുവിൻ്റെ മനസ്സ് ഞങ്ങൾക്ക് നൽകണം എന്ന് യേശു മുഖാന്തരമായി പ്രാർത്ഥിക്കുന്നു. കർത്താവ് എന്ന ലോകമെങ്ങും പ്രാർത്ഥിക്കുന്ന ഞങ്ങളേവരും അതിനായി സമർപ്പിക്കുന്നു. ഞങ്ങൾക്ക് ആ വളർച്ച തരണം. ഞങ്ങളെയല്ല, മറ്റുള്ളവരുടെയും കൂടെ കാര്യങ്ങൾ നോക്കുവാൻ ഞങ്ങൾ കേട്ടതുപോലെ അതേ മനോഭാവം ഞങ്ങളുടെ ഉള്ളിൽ ഉണ്ടല്ലോ കർത്താവെ. അത് ഞങ്ങളെടുത്ത് പ്രാക്ടീസ് ചെയ്യുവാൻ കൃപ തരുന്നതിനായി സ്തോത്രം. അപ്പോൾ തന്നെ കർത്താവെ, ഇന്നത് കേട്ടുകൊണ്ടിരിക്കുന്ന ഓരോ പ്രിയപ്പെട്ടവരുടെയും ചെറുതും വലുതുമായ എല്ലാ ആവശ്യവും കർത്താവ് അറിയുന്നുണ്ട്. ആമേൻ. ഭാരത്തോടെ ഞങ്ങളെ കേൾക്കുന്നവരുണ്ട്. യേശു ക്രിസ്തുവിൻ്റെ നാമത്തിൽ അവരുടെ ഭാരം എന്താണോ ഈ നിമിഷം അത്ഭുത വഴികൾ തുറക്കപ്പെടട്ടെ, അത്ഭുത വിടുതൽ സംഭവിക്കട്ടെ, രോഗബന്ധനങ്ങൾ അഴിയട്ടെ, ഭാരങ്ങൾ മാറട്ടെ. കുടുംബജീവിതത്തിലെ അസ്വസ്ഥതയാൽ ഞങ്ങളെ കേൾക്കുന്നവരെ, നിങ്ങളുടെ കുടുംബത്തിൽ കർത്താവുണ്ട്. ആ വീട് തകരില്ല, കുടുംബജീവിതം തകരില്ല. കർത്താവിൻ്റെ കരം നിങ്ങളെ തൊടുന്നു. യേശുവിൻ്റെ നാമത്തിൽ ഞങ്ങൾ നിങ്ങളെ അനുഗ്രഹിക്കുകയാണ്. കർത്താവ് അത്ഭുത സൗഖ്യം നൽകുന്നതിനായി സ്തോത്രം. അപ്പോൾ തന്നെ കുടലിൻ്റെ അകത്ത്
ഈ കുരുക്കൾ വന്ന് രക്തം ഒഴുകുന്ന സ്റ്റൂളിനകത്ത് രക്തം കാണുന്ന ആ നിലയിൽ ആരോ എന്നെ കേൾക്കുന്നുണ്ട്. നിങ്ങളുടെ വയറിനകത്ത് ഇപ്പോഴും വയറ് വളരെ ഒരു കല്ലിച്ചിരിക്കുന്ന ഒരു അനുഭവം ത്തോടെ ഇരിക്കുന്നത്. യേശു ക്രിസ്തുവിൻ്റെ നാമത്തിൽ അത് പൂർണ്ണ സൗഖ്യമാകട്ടെ. ആ രക്തത്തിൻ്റെ ആ പ്രയാസം മാറി അത്ഭുത സൗഖ്യം യേശു ക്രിസ്തുവിൻ്റെ നാമത്തിൽ കൽപ്പിക്കുകയാണ്. ആ സ്വസ്ഥത ഈ കാണുന്ന സമയത്ത് തന്നെ പൂർണ്ണമായി മാറട്ടെ. തലയ്ക്കകത്ത് മരവിപ്പിക്കുന്ന പോലെ അനുഭവം, ആരോ ഒരു വേദനയല്ല, മരവിപ്പിക്കുന്ന അനുഭവം യേശുവിൻ്റെ നാമത്തിൽ ദുഷ്ടനെ കൈ എടുക്കുവാൻ കൽപ്പിക്കും. പൂർണ്ണ സൗഖ്യമാകട്ടെ. കർത്താവെ, അത്ഭുത വഴികൾക്കായി സ്തോത്രം. അനുഗ്രഹിച്ച് പ്രാർത്ഥിക്കുകയാണ്. അങ്ങയുടെ എല്ലാം നിറവോളം ഞങ്ങളെ നിറയ്ക്കണമേ. കരുണയിൽ സൂക്ഷിക്കുന്ന ദയക്കായി സ്തോത്രം. യേശു ക്രിസ്തുവിന്റെ നാമത്തിൽ തന്നെ ആമേൻ. വീണ്ടും കാണും വരെയും കർത്താവ് ധാരാളമായി അനുഗ്രഹിക്കട്ടെ. സ്വർഗീയ വിരുന്ന് ടെലിവിഷൻ മിനിസ്ട്രിയിൽ സാമ്പത്തിക പങ്കാളികളാകുക. ഹെവൻലി ഫീസ്റ്റ് മിഷൻ മന്ത്സ്. കൂടുതൽ വിവരങ്ങൾക്ക് വിളിക്കുക 9473566682. വരൂ, യേശുവിനായി സുവിശേഷത്തിനായി വിതറാം, വാരി വിതയ്ക്കാം. വിദ്യാർത്ഥികൾക്കായി പരീക്ഷയ്ക്ക് മുമ്പ് യേശുവോടൊത്ത് 2 മണിക്കൂർ. ഫെബ്രുവരി 17 ചൊവ്വ രാവിലെ 9:30 കോട്ടയത്തും എല്ലാ സ്വർഗീയ വിരുന്ന് സെന്ററുകളിലും തങ്കു ബ്രദറും തോമസ് ഊട്ടി ബ്രദറും ശുശ്രൂഷിക്കുന്നു. തോമസ് ഊട്ടി ബ്രദർ അലൈനിൽ ശുശ്രൂഷിക്കുന്നു. ഫെബ്രുവരി 18 ബുധനാഴ്ച. ശുശ്രൂഷൽ വൈകിട്ട് 8 മണിക്ക്. ഒയാസിസ് ഹോസ്പിറ്റൽ ചർച്ച് കോമ്പൗണ്ട്, മെയിൻ ഹാൾ. തോമസ് ഊട്ടി ബ്രദർ ദോഹയിൽ ശുശ്രൂഷിക്കുന്നു. ഫെബ്രുവരി 19 വ്യാഴം, എഫെസൂസ് ഹാൾ, വൈകിട്ട് 8 മണിക്ക്. ഫെബ്രുവരി 20 വെള്ളി, കാന ഹാൾ എ. ശുശ്രൂഷൽ വൈകിട്ട് 4:15.